ന്യായീകരണ പ്രസംഗങ്ങളെല്ലാം മലയാളികൾ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് വീണ വിജയന്റെ മാസപ്പടി വിഷയത്തിൽ അവസാനത്തെ അടവും പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ CPM. കഴിഞ്ഞ ദിവസം തന്നെ MV ഗോവിന്ദൻ കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ ന്യായീകരണ പ്രസംഗവുമായി രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടെ കേരളത്തിലെ CPM നേതാക്കന്മാരെയും അവരുടെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ കളികളാണിതെല്ലാം എന്ന രീതിയിലായിരുന്നു ദേശാഭിമാനിയിലെ MV ഗോവിന്ദന്റെ ലേഖനം. എന്നാൽ സ്ഥിരം ദേശാഭിമാനി വരിക്കാരായ കമ്മികളല്ലാതെ മറ്റാരും ആ ലേഖനത്തിന് വില കൊടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ അടവും പിഴച്ചതോടെ MV ഗോവിന്ദന്റെ അവസാന വിശദീകരണം മാത്രമാണ് ഇനി CPM-നുള്ള ഏക പിടിവള്ളി. നിയമപരമായ കരാറും സുതാര്യമായ പണമിടപാടും എന്ന രീതിയിൽ വീണയുടെ കമ്പനിക്കായി മാധ്യമങ്ങളിൽ പ്രതിരോധം തീർത്തത് CPM ആയിരുന്നു. എന്നാൽ ഈ രണ്ട് വാദവും നിലനിൽക്കുന്നതല്ലെന്നാണ് ROCയുടെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ശുപാർശയും വ്യക്തമാക്കുന്നത്. ആദായ നികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് വീണയ്ക്ക് മാസപ്പടി നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. സ്വകാര്യ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് നൽകിയ പണത്തിന് പുറമെ വീണയ്ക്ക് മാസം തോറും പണം നൽകിയിട്ടുണ്ട്. അത് ROCയുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. വീണയ്ക്ക് ലഭിച്ച പണത്തിന്റെ കണക്ക് അവരുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലും കാണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ഒറ്റവാദത്തിലേക്ക് ഇനി വിവാദത്തിലുള്ള പ്രതിവാദം ചുരുക്കാനാണ് ഇപ്പോൾ CPM ശ്രമം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കരിമണൽ കമ്പനി മാസപ്പടി നൽകിയെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന രീതിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഉയരുന്നതും നിരവധി ചോദ്യങ്ങളാണ്. CMRL-ല് വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് എന്നതാണ് ഇതിൽ പ്രധാനം. ROCയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും പ്രസക്തമാണ്. CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ പ്രതിനിധിയുമുണ്ട്. ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ടും KSIDC എന്ത് നടപടിയെടുത്തുവെന്നതും നിർണായകമാണ്. അതുകൊണ്ടാണ് CMRL-നും എക്സാലോജിക്കിനുമൊപ്പം KSIDCയും പ്രതിക്കൂട്ടിലാകുന്നത്. കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയതിന് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്തഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന ROCയുടെ ചോദ്യവും നിർണായകമാണ്. ഏതായാലും വിഷയത്തിൽ മുഖ്യനും മരുമകനും അടക്കം എന്തെങ്കിലും പങ്കില്ലാതെ CPM എന്തിനു വേണ്ടി കഴമ്പില്ലാത്ത ആരോപണങ്ങളും ന്യായീകരണങ്ങളും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്നുവെന്നതും സംശയിക്കേണ്ടത് തന്നെ. വീണ കുടുങ്ങിയാൽ പിന്നാലെ തന്നെ മുഖ്യനും മറ്റ് പാർട്ടി നേതാക്കന്മാരും കുടുങ്ങുമെന്ന ഉറപ്പ് അപ്പോൾ CPM-നുള്ളിൽ തന്നെ ഉണ്ടെന്ന് വേണം കരുതാൻ.